ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനകത്ത് ഫസ്റ്റ് ഇയറിൽ വരുന്ന ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട 2 ടെക്സ്റ്റ് ബുക്കുകൾ പ്രോസ് ഇൻ പ്രാക്ടീസും പ്രോസ് ഫോർ ദ യങ് റീഡറുമാണ്. അപ്പോൾ ഈ 2 ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് 80% മാർക്കും, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രോസ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോസ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ ടാഗോറിൻ്റെ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന എസ്സേയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ്. ഇതിനകത്ത് ഫസ്റ്റ് ലെസൺ. അപ്പോൾ ഈ ഫസ്റ്റ് ലെസൻ്റെ പേര് ടാഗോർസ് ഇംഗ്ലണ്ട് എന്നാണ്, അതായത് ടാഗോറിൻ്റെ ഇംഗ്ലണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ആദ്യമായിട്ട് രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഈ ബുക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് കോമൺ ഇംഗ്ലീഷ് പേപ്പറാണിത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഓൺ 6th May 1861. On the same day, Motilal Nehru, Nehru's father, was also born, a singular coincidence. അതായത് ആദ്യം തന്നെ ടാഗോറിനെ പറ്റി ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം ജനിച്ച വർഷം 1861 ആണ്. മെയ് 6-ാം തീയതിയാണ് ജനിച്ചിരിക്കുന്നത്. ഇതേ ദിവസം തന്നെയാണ് നെഹ്റുവിൻ്റെ ഫാദറായിട്ടുള്ള മോട്ടിലാൽ നെഹ്റു ജനിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദോ ടാഗോർ ഇസ് ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് നെയിം ഇൻ മോഡേൺ ബംഗാളി ലിറ്ററേച്ചർ, ഹി ബിലോങ്സ് ടു ഇൻഡോ ആംഗ്ലിയൻ ലിറ്ററേച്ചർ ടു. അതായത് ടാഗോർ ബംഗാളി ലിറ്ററേച്ചറിലെ പ്രധാനിയാണെങ്കിലും അദ്ദേഹം ഇൻഡോ ആംഗ്ലിയൻ റൈറ്ററും കൂടിയാണ്. അതായത് ഇംഗ്ലീഷിൽ ധാരാളമായിട്ട് എഴുതിയിട്ടുള്ള ഒരു റൈറ്ററും കൂടിയാണ് അദ്ദേഹം. He gained a place for modern India on the world literary scene. He was awarded the Nobel Prize for Literature for his collection of poems called Geetanjali. അപ്പോൾ ടാഗോറിനാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും നോബൽ പ്രൈസ് ലഭിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ്. പിന്നെ he left behind him a great institution, the വിശ്വഭാരതി at ശാന്തിനികേതൻ. അതായത് ശാന്തിനികേതനിൽ അദ്ദേഹം വിശ്വഭാരതി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ്. He was a poet, dramatist, actor, producer, musician, painter, an educationist, a reformer, philosopher, prophet, novelist, short story writer and a prose writer. അപ്പോൾ ഈ പറഞ്ഞ മേഖലയിലൊക്കെ അദ്ദേഹം പോപ്പുലർ ആയിട്ടുള്ള എഴുത്തുകാരനാണ്. അടുത്തത്, ദ പ്രിസ്ക്രൈബ്ഡ് എക്സ്ട്രാക്ട് ഈസ് ഫ്രം ഹിസ് റെമിനിസെൻസസ്. അതായത് ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റെമിനിസെൻസസ് എന്നുള്ള ഒരു കളക്ഷനിൽ നിന്നുള്ളതാണ്. റെമിനിസെൻസസ് എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ എന്നാണ് അർത്ഥം. ദ എസ്സേ ഡിസ്ക്രൈബ്സ് ഹിസ് എക്സ്പീരിയൻസ് ഇൻ ഇംഗ്ലണ്ട് വെൻ ഹി വാസ് only 17 years old. അതായത് അദ്ദേഹത്തിന് 17 വയസ്സ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളാണ് ഈ എസ്സേയുടെ അകത്ത് ഉള്ളത്. അടുത്ത പോയിന്റ്, ദ മെമ്മറി പിക്ചേഴ്സ് ആർ പ്രസൻറ്റഡ് കാഷ്വലി ബട്ട് ദേ കണക്ട് എ ഹിസ്റ്ററി ഓഫ് ഹിസ് ഇന്നർ ലൈഫ്. അതായത് ഈ ഒരു ഓർമ്മക്കുറിപ്പെന്ന് പറയുന്നത് അതൊരു സാധാരണ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഇന്നർ ലൈഫ്, അതായത് ആന്തരിക ജീവിതത്തെ കാണിക്കുന്ന ഒന്നാണ്. അടുത്തത് ഇതിൻ്റെ കോണ്ടന്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഓരോരോ ഹെഡിങ്സിൻ്റെ അണ്ടറിൽ ഓരോരോ പാരഗ്രാഫ്സ് ആയിട്ടാണ് കോണ്ടന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഹെഡിങ്ങും ഓരോ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാവുന്നതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ എസ്സേ ആയിട്ടും വരാവുന്നതാണ്. അപ്പോൾ കോണ്ടന്റ് അണ്ടറിൽ ആദ്യം വരുന്ന ഹെഡിങ് ടാഗോർ എ യങ് ബ്രവേഡോ എന്നാണ്.
അപ്പോൾ ഈ ബ്രവേഡോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ബഡായി പറയുന്നത് അല്ലെങ്കിൽ വീമ്പിളക്കുക, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെയാണ് ബ്രവേഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം രവീന്ദ്രനാഥ് ടാഗോർ എങ്ങനെയാണ് ഒരു ബഡായി പറയുന്ന ഒരു വ്യക്തി ആയിരുന്നത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. രവീന്ദ്രനാഥ് ടാഗോർ സ്പെൻഡ് 6 months in അഹമ്മദാബാദ് ബിഫോർ ഹി ലെഫ്റ്റ് ഫോർ ഇംഗ്ലണ്ട്. അതായത് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ 6 മാസം അദ്ദേഹം അഹമ്മദാബാദിൽ തങ്ങിയിട്ടുണ്ടായിരുന്നു. He wrote letters about his journey to his relatives and to the Bengal journal Bharati. അപ്പോൾ അദ്ദേഹം ബംഗാളിലുള്ള ഒരു മാഗസിൻ, ഒരു മാസികയായിട്ടുള്ള ഭാരതി എന്ന് പറയുന്ന ഒരു ജേണലിന് അദ്ദേഹം ചില കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കൾക്കും കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ടാഗോർ forgot what he wrote in these letters. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആണ് അദ്ദേഹം ഇത് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് എന്തൊക്കെയാണ് ആ ലെറ്ററിൽ എഴുതിയിരുന്നതെന്നൊക്കെ അദ്ദേഹം മറന്നുപോയി. അപ്പോൾ അടുത്ത പോയിന്റ്, ടാഗോർ വാസ് ഓൺലി 17 at that time. ആ സമയത്ത് 17 വയസ്സേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. The greatest pride of mind lies in its power to understand things, to accept facts and to respect what is great. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ മനസ്സിന് മഹത്തായുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഒരു മഹത്തായ മനസ്സിൻ്റെ ഉടമ ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ്, മോഡസ്റ്റി ആൻഡ് ഹ്യൂമിലിറ്റി ആർ ദ മീൻസ് ഓഫ് എൻലാർജിങ് ദ മൈൻഡ്. മോഡസ്റ്റി എന്ന് പറഞ്ഞാൽ എളിമ എന്നാണ് അർത്ഥം. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ വിനയം എന്നാണ് അർത്ഥം. അപ്പോൾ വിനയവും എളിമയും ഒക്കെ ആർ ദ മീൻസ് ഓഫ് എൻലാർജിങ് ദ മൈൻഡ്. അത് മനസ്സ് വികസിക്കാനുള്ള വഴികളാണ് എളിമയുണ്ടായിരിക്കുക, വിനയം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, അദ്ദേഹം പറയുകയാണ്, അറ്റ് ദ ഏജ് ഓഫ് 17 Tagore's mind refused to admit those facts. അതായത് അദ്ദേഹം പറയുന്നത് 17ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിലൊന്നും ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അതായത് എളിമ, വിനയം ഇതൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത പോയിന്റ്, ടു ദ യങ് മൈൻഡ് അഡ്മിറേഷൻ ആൻഡ് പ്രൈസ് വേർ ദ സൈൻസ് ഓഫ് വീക്ക്നെസ് ആൻഡ് സറണ്ടർ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അഡ്മിറേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നല്ലതാണ് എന്ന് പറയുക, പിന്നെ പ്രൈസ് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി പുകഴ്ത്തുക, ഇതൊക്കെ നമ്മൾ കീഴടങ്ങുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. The articles that he wrote to the Bharati were the result of his strong desire to discredit others with his fiery argument. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഭാരതി എന്ന് പറയുന്ന ജേണലിന് അന്ന് അദ്ദേഹം അയച്ചു കൊടുത്ത ആർട്ടിക്കിൾസ് ഒക്കെ തന്നെയും റിസൾട്ട് ഓഫ് ഹിസ് സ്ട്രോങ് ഡിസയർ ടു ഡിസ്ക്രെഡിറ്റ് അതേഴ്സ് വിത്ത് ഹിസ് ഫിയറി ആർഗ്യുമെൻ്റ്. അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ വാദങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അതായത് മറ്റുള്ളവരൊക്കെ മോശമാണ്, അതായത് മറ്റെഴുത്തുകാരൊന്നും അത്ര കഴിവുള്ളവരല്ല എന്ന് സമർത്ഥിച്ചു കൊണ്ടുള്ള എഴുത്തുകളായിരുന്നു അദ്ദേഹം അന്ന് എഴുതിയിരുന്നത്. അടുത്ത പോയിന്റ്, Tagore wanted to establish his superiority over others and so his censures of those writers lacked straightness and common courtesy. അപ്പോൾ അദ്ദേഹം പറയുന്നത് he wanted to establish his superiority, അദ്ദേഹത്തിൻ്റെ ഒരു സുപ്പീരിയോറിറ്റി മറ്റുള്ളവരുടെ മുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. അപ്പോൾ ആൻഡ് സോ ഹി സെൻഷുവേഴ്സ് ഓഫ് ദോസ് റൈറ്റേഴ്സ്, സെൻഷുവേഴ്സ് എന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ എന്നൊക്കെയാണ് അർത്ഥം. സോ ഹി സെൻഷുവേഴ്സ് ഓഫ് ദോസ് റൈറ്റേഴ്സ് ലാക്ക് സ്ട്രെയിറ്റ്നെസ് ആൻഡ് കോമൺ കേർട്ടസി. അതിനൊക്കെയും ഒരു സ്ട്രെയിറ്റ്നെസ് അല്ലെങ്കിൽ ഇതൊന്നും അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നില്ല, മര്യാദയും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ് ലവ് ഫോർ നേച്ചർ ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ ഈ ടോപ്പിക്കിൽ അദ്ദേഹത്തിന് കുട്ടികളോടും പ്രകൃതിയോടുമുള്ള സ്നേഹത്തിനെ പറ്റിയിട്ടാണ് ഈ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് നമുക്ക് വായിക്കാം. ടാഗോർസ് അസോസിയേഷൻ വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ് വാസ് ലിറ്റിൽ. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് പുറം ലോകവുമായിട്ട്
his life in England would have been miserable but for the presence of his sister-in-law in Brighton. അപ്പോൾ ഇംഗ്ലണ്ടിൽ അദ്ദേഹം ആയിരുന്ന സമയത്ത് 17ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അവിടെ പരിചയക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആകെയുള്ള ആശ്വാസവും ആശ്രയവും എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രൈറ്റനിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആയിരുന്നു, അതായത് ബ്രദറിൻ്റെ വൈഫ് ആയിരുന്നു. അടുത്ത പോയിന്റ്, വൺ ഡേ വെൻ ടാഗോർ ആൻഡ് ഹിസ് റിലേറ്റീവ്സ് വെർ ചാറ്റിംഗ് they were informed that it was snowing. അപ്പോൾ ഒരു ദിവസം സിസ്റ്റർ ലോയിൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞ് വീഴുകയാണെന്ന് ആരോ വന്ന് പറഞ്ഞു. The author could see the sky filled with moonlight and the earth covered with white snow. അപ്പോൾ അദ്ദേഹം പോയി നോക്കുമ്പോൾ ആകാശം ചന്ദ്രൻ്റെ വെളിച്ചം കൊണ്ട് നിറഞ്ഞിരുന്നു. ആ സമയത്ത് ഭൂമി മുഴുവൻ വെളുത്ത മഞ്ഞ് വീണ് മൂടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ ഒരു വലിയൊരു ആദ്യത്തെ ഒരു അനുഭവം തന്നെയായിരുന്നു. ഇറ്റ് വാസ് ഓൾസോ ബൈറ്റിംഗ്ലി കോൾഡ്, ഭയങ്കര തണുപ്പും ഉണ്ടായിരുന്നു. സച്ച് എ സൈറ്റ് വാസ് അൺഫെമിലിയർ ടു ഹിം, അങ്ങനെ ഒരു കാഴ്ച അദ്ദേഹത്തിന് പരിചയമേ ഉണ്ടായിരുന്നതായിരുന്നില്ല. The near places seemed as far off places and Tagore was steeped in deep meditation. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ദൂരെയുള്ള സ്ഥലങ്ങൾ പോലെയാണ് കാണപ്പെട്ടത്. കാരണം പരിചയമുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം മഞ്ഞിൽ മൂടിയാണ് കിടന്നിരുന്നത്. ഈ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഡീപ്പ് മെഡിറ്റേഷൻ, അതായത് ഒരു ആഴമുള്ള ചിന്തയിലേക്ക് ആണ്ടുപോയി. When he stepped out of the door, the charm of immense beauty of nature was a sudden revelation to him. അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ പ്രകൃതിയുടെ ഭംഗി കണ്ട് അദ്ദേഹം ആകെ അതിശയിച്ചു പോയി. Tagore spent his days happily under the affectionate care of his sister-in-law and the boisterous rompings with the children. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഇൻ ലോയിനോടൊപ്പവും സിസ്റ്റർ ഇൻ ലോയിൻ്റെ കുട്ടികളോടൊപ്പവും വളരെ ഹാപ്പി ആയിട്ടുള്ള ബോയ്സ്ട്രസ് എന്ന് പറഞ്ഞാൽ ബഹളം കൂട്ടലുകളും, റോംപിങ്സ് എന്ന് പറഞ്ഞാൽ കളിച്ചിരികൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ കളിച്ചിരികളും ബഹളവും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടായിരുന്നു അദ്ദേഹം സിസ്റ്റർ ഇൻ ലോയിനോടൊപ്പം അന്ന് അവിടെ കഴിഞ്ഞിരുന്നത്. He would wholeheartedly join them in their games and the children were greatly pleased and amused at his strange English pronunciation. അപ്പോൾ അദ്ദേഹം നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ഈ കുട്ടികളോടൊപ്പം പലതരം കളികളിലൊക്കെ ഏർപ്പെടുമായിരുന്നു. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഈ കുട്ടികളെ വളരെയധികം അമ്യൂസ് ചെയ്യിപ്പിച്ചിരുന്നു. കാരണം അവർ കേട്ടിട്ടുള്ള ഒരു പ്രൊനൗൺസിയേഷൻ ആയിരുന്നില്ല ടാഗോർ ഉപയോഗിച്ചിരുന്നത്. കാരണം ഈ കുട്ടികൾ ഇംഗ്ലണ്ടിലുള്ള നേറ്റീവ് പ്രൊനൗൺസിയേഷനാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ഇംഗ്ലീഷ് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. He could not explain to them that there were no logical means of distinguishing between the sound of R in warm and O in worm. അപ്പോൾ അദ്ദേഹത്തിന് WARM warm, അത് ചെറിയ ചൂടുള്ള എന്നുള്ള വേർഡും WORM വേം, അതായത് പുഴു എന്നുള്ള വേർഡും തമ്മിൽ ആ പ്രൊനൗൺസിയേഷനിലെ ഡിഫറൻസ് ഈ കുട്ടികൾക്ക് വളരെ അത്ഭുതമായിരുന്നു. ടാഗോറിന് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് മനസ്സിലായിരുന്നില്ല. The caprices of English spelling were responsible for the ridicule he had to bear in England. അതായത് ഇംഗ്ലീഷ് ഒരു അൺഫോണറ്റിക് ലാംഗ്വേജ് ആണല്ലോ, അതായത് എഴുതുന്നത് പോലെയല്ല അതിൻ്റെ ഉച്ചാരണം. അപ്പോൾ ഈ ഒരു വ്യത്യാസം, കാപ്രിസസ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ എന്നാണ്. അപ്പോൾ ഈ ഒരു ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലുമുള്ള മാറ്റം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന് ഒരുപാട് പരിഹാസത്തിന് അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് to escape from the ridicules of the children, he invented new methods of amusing the children. അപ്പോൾ ഈ കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ്റെ പേരിൽ കളിയാക്കുമായിരുന്നു. അപ്പോൾ ഈ കളിയാക്കലുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം ഈ കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് ചില പുതിയ മെത്തേഡുകളൊക്കെ സ്വീകരിച്ചു. His new ways helped him in
time of needs, but in course of time he felt his capacity for new methods was decreasing. അപ്പോൾ ഈ പുതിയ കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളൊക്കെയും കുറച്ച് നാൾ കഴിയുമ്പോൾ പഴകി പോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അടുത്ത പോയിന്റ്, he had the opportunity of unlocking his heart to the children. This unlocking of his heart to the children had the freshness and exuberance of a fresh gift. പക്ഷെ അദ്ദേഹത്തിന് ഈ കുട്ടികളുടെ മുൻപിൽ ഹൃദയം തുറന്ന് ഇടപെടാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ഒരു സമ്മാനം പോലെ ആയിരുന്നു. അതായത് വേറൊന്നുമല്ല, ഈ കുട്ടികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കുട്ടികൾക്കും അദ്ദേഹത്തിന് ഒരുപോലെ ആസ്വാദ്യകരമായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടാഗോർ അറ്റ് ബ്രൈറ്റൺ സ്കൂൾ. അപ്പോൾ ബ്രൈറ്റൺ സ്കൂളിലെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ പറ്റിയിട്ടാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അതിൻ്റെ പോയിന്റ്സ് ശ്രദ്ധിക്കുക. He undertook the journey to England not to find a permanent stay but to study law and turn a barrister. അപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയത് അവിടെ താമസിക്കാനൊന്നും ആയിരുന്നില്ല, എന്നാൽ ഒരു ബാരിസ്റ്റർ ആവാൻ വേണ്ടി ലോ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ലോയർ എന്നുള്ളതിന് പണ്ട് ഉപയോഗിച്ചിരുന്ന വേർഡാണ് ബാരിസ്റ്റർ. അപ്പോൾ ഒരു ലോയർ ആകാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയത്. സോ ഹി വാസ് പുട്ട് ഇൻ ടു എ പബ്ലിക് സ്കൂൾ ഇൻ ബ്രൈറ്റൺ. അപ്പോൾ ബ്രൈറ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു പബ്ലിക് സ്കൂളിൽ ലോ പഠിക്കാനായി ചേർന്നു. ഇവിടെ സ്കൂൾ എന്ന് പറയുന്നെങ്കിലും അത് ഒരു കോളേജാണ്. ദ ഹെഡ് മാസ്റ്റർ ഓഫ് ദ സ്കൂൾ ആഫ്റ്റർ സ്കാനിങ് ഹിസ് ഫീച്ചേഴ്സ് remarked that he had a splendid head. അപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ രവീന്ദ്രനാഥ് ടാഗോറിനെ ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, രവീന്ദ്രനാഥ് ടാഗോർ വളരെ ബുദ്ധിയുള്ള ഒരു ആളാണെന്ന് പറഞ്ഞു. His sister-in-law had made him believe that he was not handsome. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ-ഇൻ-ലോ അദ്ദേഹം അത്ര സുന്ദരനൊന്നുമല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. She deliberately tried to keep in check vanity, especially in literary matters, under check. അപ്പോൾ ഇങ്ങനെ സിസ്റ്റർ-ഇൻ-ലോ പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിന് വാനിറ്റി എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഞാൻ വലിയ സുന്ദരനാണ്, ഭയങ്കര അറിവുള്ള ആളാണ് എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം കൂടിപ്പോകരുത് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് സിസ്റ്റർ-ഇൻ-ലോ അത്ര സുന്ദരനൊന്നുമല്ല എന്ന് ടാഗോറിനെ മനസ്സിലാക്കിപ്പിച്ച് വെച്ചിരുന്നത്. അടുത്ത പോയിന്റ്, he wants readers to count to his credit that he implicitly believed her. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സിസ്റ്റർ-ഇൻ-ലോ പറഞ്ഞിരുന്നത് ശരിയാണെന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. He deplored God's stinginess in not making him physically attractive. അപ്പോൾ അദ്ദേഹത്തിന് വിഷമമായിരുന്നു. അതായത് ദൈവം എനിക്കത്ര സൗന്ദര്യമൊന്നും തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പരാതിപ്പെടുമായിരുന്നു ദൈവത്തിനോട്. അടുത്ത പോയിന്റ്, the English estimate of his features was different from the estimate of his sister-in-law at home. അതായത് അവിടുത്തെ നാട്ടുകാരുടെ, അതായത് ഇംഗ്ലണ്ടിലെ ആൾക്കാരുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സിസ്റ്റർ-ഇൻ-ലോയിൽ നിന്ന് കിട്ടിയ സൗന്ദര്യ സങ്കല്പത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് ടാഗോർ കാണാൻ നല്ല സുന്ദരനായിരുന്നു എന്ന് തന്നെയായിരുന്നു ഇംഗ്ലണ്ടിലെ കൂടെയുള്ള സ്റ്റുഡൻസിൻ്റെയൊക്കെ അഭിപ്രായം. അടുത്ത പോയിന്റ്, what was one thing that seemed wonderful in the Brighton school was that the boys were kind and thrust oranges and apples into his pockets. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇംഗ്ലണ്ടിലെ ബ്രൈറ്റൺ സ്കൂളിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അവരുടെയൊക്കെ ഇടയിൽ അദ്ദേഹം കാണാനൊക്കെ സുന്ദരനാണെന്നും അവിടുത്തെ ബോയ്സ് അദ്ദേഹത്തിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടവും ഒരു കരുണയും ഒക്കെ കാണിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവർ അദ്ദേഹത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്? അദ്ദേഹത്തിന് നിർബന്ധപൂർവം ആപ്പിളും ഓറഞ്ചും ഒക്കെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വെച്ചു കൊടുക്കുമായിരുന്നു. Tagore ascribed this unusual behavior of the boys to his being a foreigner.
അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹം ഒരു ഫോറിനർ ആണ്, അവരുടെ മുമ്പിൽ അദ്ദേഹം ഒരു ഫോറിനർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ അദ്ദേഹത്തിനോടൊരു സ്പെഷ്യൽ കെയർ കൊടുത്തിരുന്നത് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിൽ അത്ര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടാഗോർ ഇൻ എ ലോഡ്ജിങ് ഹൗസ്. അപ്പോൾ അദ്ദേഹം ഒരു ലോഡ്ജിങ് ഹൗസിൽ താമസിക്കേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള അനുഭവങ്ങളെ പറ്റിയിട്ടാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം. ടാഗോർ ഡിഡ് നോട്ട് കണ്ടിന്യൂ ഇൻ ദ ബ്രൈറ്റൺ സ്കൂൾ ഫോർ ലോങ്. അതായത് ബ്രൈറ്റൺ സ്കൂളിൽ അധിക നാൾ അദ്ദേഹം കണ്ടിന്യൂ ചെയ്തില്ല. മിസ്റ്റർ തരക് പലിത്, the friend of Tagore's brother, persuaded the author's brother to take him to London and leave him there in a lodging house. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട്, ആ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് തരക് പലിത് എന്നാണ്. അപ്പോൾ ഈ തരക് പലിത് ബ്രദറിനോട് അദ്ദേഹത്തിന് ലണ്ടനിലുള്ള ഒരു ലോഡ്ജിങ് ഹൗസിൽ താമസിപ്പിക്കുന്ന കാര്യം റെഡിയാക്കി കൊടുത്തു. The lodging selected faced the Regent Park. അപ്പോൾ ഈ ലോഡ്ജിങ് റീജന്റ് പാർക്കിന് നേരെയാണ് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് വിന്റർ സീസൺ, അത് നല്ല തണുപ്പ് കാലമായിരുന്നു. The row of trees with the thin snow covered branches stood staring at the sky. അപ്പോൾ ആ തണുപ്പായതുകൊണ്ട് the row of trees, അതായത് ജനലിൽ കൂടെ നോക്കുമ്പോൾ മരങ്ങളുടെ ഒരു നീണ്ട നിര കാണാമായിരുന്നു. അപ്പോൾ ആ മരങ്ങളിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു. The snow covered branches stood staring at the sky. അപ്പോൾ ഈ മഞ്ഞ് വീണ ശിഖരങ്ങളോട് കൂടിയുള്ള മരങ്ങൾ ആകാശത്തിന് നേരെ നോക്കി നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമായിരുന്നു. അടുത്ത പോയിന്റ്, there were no leaves on the trees. മരങ്ങളിലൊന്നും ഇലകൾ ഉണ്ടായിരുന്നില്ല. മഞ്ഞുകാലങ്ങളിൽ ഇലകളൊന്നും ഉണ്ടാവില്ല, മഞ്ഞ് മാത്രമായിരിക്കും ഈ മരങ്ങളിൽ പൊതിഞ്ഞു നിൽക്കുന്നത്. അടുത്ത പോയിന്റ്, such a sight chilled his very bones. അപ്പോൾ ഈ കാഴ്ച അദ്ദേഹത്തിൻ്റെ എല്ലുകളെ തണുപ്പിച്ച് കളയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയിരുന്നു. For a stranger, London is a cruel place in winter. ഒരു പുറത്തു നിന്ന് വരുന്ന ആൾക്ക് ലണ്ടനിലെ മഞ്ഞുകാലം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു അനുഭവമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. Neither he had acquainted persons nor could he move about in the new place. അപ്പോൾ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് അവിടെ പരിചയക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാനും സ്ഥലങ്ങളൊക്കെ കാണാനൊന്നും അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത പോയിന്റ്, സിറ്റിംഗ് അലോൺ ഇൻ ഹിസ് റൂം ഹി വാസ് റിമൈൻഡഡ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് ഡേയ്സ് ഇൻ കാൽക്കട്ട. അപ്പോൾ റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൽക്കട്ടയിലുള്ള തൻ്റെ കുട്ടിക്കാലത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമായിരുന്നു. ത്രൂ ദ വിൻഡോ ഹി കുഡ് സീ ദ turbid sky, the light lacking luster and the horizon that shrunk upon itself. അപ്പോൾ ജനലിൽ കൂടി നോക്കുമ്പോൾ അദ്ദേഹത്തിന് turbid sky, അതായത് ഇരുണ്ട ആകാശം, പിന്നെ the light lacking luster, അതായത് തിളക്കം കുറഞ്ഞ പ്രകാശം, and the horizon that shrunk upon itself, പിന്നെ ചക്രവാളം ചുരുങ്ങിയിരിക്കുന്നത് പോലെയും അദ്ദേഹത്തിന് തോന്നുമായിരുന്നു. അപ്പോൾ അടുത്ത ഈ എസ്സേയുടെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ തുടരുന്നതായിരിക്കും. താങ്ക് യു.